Hi everyone, welcome to the video. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EDA ആൻഡ് ഡാറ്റ പ്രീപ്രോസസ്സിംഗ്, അതായത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ആൻഡ് ഡാറ്റ പ്രീപ്രോസസ്സിംഗ് ടോപ്പിക്കാണ്. അതിൽ പാർട്ട് 1 ആണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മിസ്സിംഗ് വാല്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. EDAയിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് മിസ്സിംഗ് വാല്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. സോ we start with missing values. So for that we have to know about what is the missing values. So let's start. ഒരു ഡാറ്റ സെറ്റിനെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ സെറ്റ് മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഡാറ്റ സെറ്റിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് അതിലുണ്ടാവുന്ന മിസ്സിംഗ് വാല്യൂസ്, ഔട്ട്ലയേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനുശേഷം റോ ഡാറ്റാസിനെ ഫ്യൂച്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു മോഡലിനെ നമ്മൾ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EDAയും ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതില് EDAയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് മിസ്സിംഗ് ഡാറ്റാസിനെ ഹാൻഡിൽ ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്തൊക്കെയാണ് മിസ്സിംഗ് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ, എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ മിസ്സിംഗ് ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെറ്റിൽ ഉണ്ടാവുന്ന മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റാസിനെയാണ്. അതായത് ആ വാരിയബിൾസിൽ ഒന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഒരു കോൾ ഉണ്ടെങ്കിൽ ആ കോളത്തില് കുറെയൊക്കെ നൾ വാല്യൂസ് ആയിരിക്കും, എംപ്റ്റി സ്പേസ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് നമ്മൾ മിസ്സിംഗ് ഡാറ്റാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സർവേ എടുക്കാൻ കുറെ ഡാറ്റാസിനെ കളക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡാറ്റ മിസ്സായി പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മിസ്സിംഗ് ഡാറ്റ ഒക്കർ ചെയ്യുന്നത്. അങ്ങനെ മിസ്സിംഗ് ഡാറ്റാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഡാറ്റ ക്വാളിറ്റീനെ അത് എഫക്ട് ചെയ്യും. സോ വി ഹാവ് ടു ട്രീറ്റ് ദിസ് മിസ്സിംഗ് വാല്യൂസ്. ഫോർ ദാറ്റ് എന്ന് പറയുന്നത് മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം, MCAR എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് മിസ്സിംഗ്നെസ് ഒക്കർ ചെയ്യുന്നത് ബൈ ചാൻസ് വെച്ചാണ് മിസ്സിംഗ്നെസ് ഒക്കർ ചെയ്യുന്നത്. അതായത് ഒരു വാല്യൂ മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കില്ല. അതായത് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്ലാസ്സിലെ ടീച്ചർ ആക്സിഡന്റലി മിസ്സാവാണ്, ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് മിസ്സായി പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മിസ്സായിട്ടുള്ള ആ ഫ്യൂച്ചർ ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ആ വാരിയബിൾ എന്ന് പറയുന്നത് പ്രോഗ്രസ് കാർഡാണ്. കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് ബൈ ചാൻസ് മിസ്സായി പോകുന്നതാണ്. അല്ലാതെ അത് ഇറ്റ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി സ്റ്റുഡൻറ്റിന്റെ ഏജോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന്റെ ഗ്രേഡോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന്റെ അറ്റൻഡൻസോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവിടെ ഒരു മിസ്സിംഗ്നെസ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ് സെൽഫ്. അതല്ലാതെ ആ പ്രോഗ്രസ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. അല്ലാതെ സ്റ്റുഡൻറ്റിന്റെ ഏജ് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിന് റിലേറ്റ് ചെയ്തിട്ടല്ല ഇവിടെ മിസ്സിംഗ്നെസ് വന്നിട്ടുള്ളത്. അതാണ് മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം പറയുന്നത്. ഇവിടെ മിസ് ആയിട്ടുള്ളത് പ്രോഗ്രസ് കാർഡ്. ആ പ്രോഗ്രസ് കാർഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു സ്റ്റുഡൻറ്റിന്റെ ഏജോ അല്ലെങ്കിൽ അറ്റൻഡൻസോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അത് മിസ്സായിട്ടുള്ളത്. അതാണ് മിസ്സിംഗ്നെസ് എന്ന് പറയുന്നത്, മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്ന് പറയുന്നത്. And next is missing at random. Missing at random എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഒരു സർവേ നടത്താണ്. ആ സർവേയില് നമ്മൾ ഒരാളുടെ ഏജും ഇൻകം നമ്മൾ ചോദിക്കുകയാണ്. ഒരു സർവേ നടത്തുമ്പോൾ ഒരാളുടെ ഏജും ഇൻകം നമ്മൾ ചോദിച്ചു. പക്ഷെ ഒരു 25 മേലെയുള്ള ആൾക്കാര് അവരുടെ ഇൻകത്തിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ അവര് റിപ്ലൈ തരുന്നില്ല.
സോ അവിടെ 25 എബോ ഉള്ള ആൾക്കാരുടെ 25 എബോ ഉള്ള ആൾക്കാരുടെ ഇൻകം അവിടെ മിസ്സായി പോവാണ് ചെയ്യുന്നത്. സോ ഈ ഇൻകം എന്തിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും? ഏജിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നമുക്കറിയാം 25 എബോ ഉള്ള ആൾക്കാരാണ് ഇൻകത്തിനെ പറ്റിയിട്ട് പറയാത്തത്. സോ ഇവിടെ നമുക്ക് മിസ്സായിട്ടുള്ളത് എന്താണ്? ഇൻകം എന്നുള്ള സംഭവമാണ് ഇവിടെ മിസ്സായിട്ടുള്ളത്. ആ ഇൻകം എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? ഏജിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. 25 എബോ ഉള്ള ഏജ് ഉള്ള ആൾക്കാരാണ് അവരുടെ ഇൻകത്തെ പറ്റിയിട്ട് പറയാത്തത്. സോ ഇവിടെ നമുക്ക് മിസ്സായിട്ടുള്ളത് ഏജും ഇൻകം. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഏജ് ആണ് പറയുന്നത്. സോ മിസ്സിംഗ് ഡാറ്റ ഇസ് റിലേറ്റഡ് ടു എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? ഒബ്സർവബിൾ ഡാറ്റ, ബട്ട് നോട്ട് ദ മിസ്സിംഗ് ഡാറ്റ ഇറ്റ്സെൽഫ്. ആ മിസ്സായിട്ടുള്ള വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഇറ്റ്സ് റിലേറ്റഡ് ടു ദി ഒബ്സർവ് ചെയ്തിട്ട് നമ്മളിവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഏജ് അബൌട്ട് 25 ആണെന്നുള്ളത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ മിസ്സിംഗ്നെസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം ആണ് അടുത്തത്. മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സർവേ നടത്താണ്. ആ സർവേയില് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഹൈറ്റ് ചോദിക്കുകയാണ്. പാർട്ടിസിപ്പൻസിനോട് ഹൈറ്റ് ചോദിക്കുകയാണ്. ഹൈറ്റ് ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അവരുടെ ഹൈറ്റിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഹൈ വെയിറ്റ് ഉള്ള ആള് ഹൈറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നില്ല. ബിക്കോസ് ഓഫ് എനി അൺകംഫർട്ടബിലിറ്റി കാരണം വെയിറ്റിനെ പറ്റിയിട്ട് പറയുന്നില്ല. സോ ഇവിടെ മിസ്സായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഈ വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? വെയിറ്റിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈ വെയിറ്റ് ആയിരിക്കും. മേ ബി ഹൈ വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അയാള് ഒരു വഷള് കാരണം ആ വെയിറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് പറയാത്തത്. അതുകൊണ്ടായിരിക്കും. സോ ഹിയർ ദ മിസ്സിംഗ് വാല്യൂ ഇസ് what weight, and it's depend only on itself. That's the missing not at random. It's depend upon itself, not depend upon any other observed values. So next is next എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മളിവിടെ മിസ്സിംഗ് വാല്യൂ ടൈപ്സ് ഓഫ് മിസ്സിംഗ് വാല്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതില് മേലത്തെ ഫിഗറിൽ കാണുന്നത് എന്ന് പറയുന്നത് ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷനെ റെഫർ ചെയ്യുന്നതാണ് മേലത്തെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ ഈ റെഡിൽ സർക്കിൾ ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ മിസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം എന്നുള്ളതില് ഈ റെഡ് ബോക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡാറ്റ മിസ്സിംഗ് ആണ്. ഇവിടെ ഡാറ്റ മിസ്സായിട്ടുള്ളത് ഫോർ സ്പെസിഫിക് ഹ്യൂമന്റെ ആണ്. Data is missing for specific human. So the missingness depend upon their own value. For example, women with high income might choose not to share it. They don't willing to share it. So the missingness is depend upon themselves. Okay. And next is missing at random, which means here the red box indicate the missing data, and blue box is data that influences the missingness. അതായത് ഇവിടെ മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം എന്നുള്ള കോളത്തില് റെഡ് ബോക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മിസ്സിംഗ്നെസ്സിനായിരുന്നു. ഈ മിസ്സിംഗ്നെസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഓൺ വാല്യൂവിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്സിംഗ് അറ്റ് റാൻഡം ആണ്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് റെഡ് ലൈൻ ഉള്ളതാണ്, സർക്കിൾ ഇട്ടുള്ളതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ബ്ലൂ ലൈനിൽ സർക്കിൾ ചെയ്തിട്ടുള്ള രണ്ട് സൈഡിലുള്ള മെന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ആ നടുവിലുള്ള റെഡിന്റെ മിസ്സിംഗ്നെസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ മിസ്സിംഗ് ഹ്യൂമൻ ഡാറ്റ ഡിപ്പെൻഡ് ഓൺ ദി മെയിൽസ് ഡാറ്റ. ഇറ്റ്സ് നോട്ട് റാൻഡം, but it depends on other group or factors. Okay. Here missing not at random a specific for women, so they depend upon itself, like and women's are depends upon women's only. Okay. Likewise this figure illustrate.
Okay, so going to next is process MCR, missing completely at random. അങ്ങനെ വരുന്ന കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം ആയിട്ട് വരുന്ന മിസ്സിങ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ആ റോനെ മൊത്തത്തിൽ അല്ലെങ്കിൽ ആ കോളത്തിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് കുറേ ഉണ്ടായിരിക്കും മിസ്സിങ്നെസ്. നമ്മൾ എന്താ പറയാ, ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കും. അപ്പോൾ കുറെ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഉള്ളതൊന്നും വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ റോയും കോളും നമ്മൾ റാൻഡംലി ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ മിസ്സിംഗ് അറ്റ് റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ്സിംഗ്നെസ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇമ്മ്യൂട്ടേഷൻ ഓഫ് ഡാറ്റ വെച്ചിട്ടാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇമ്മ്യൂട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഏതെങ്കിലും വാല്യൂസ് വെച്ചിട്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസിനെ ഫില്ല് ചെയ്യാണ് ചെയ്യാം. ഒന്നുകിൽ മീന്, മീഡിയൻ, മോഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മിസ് ആയിട്ടുള്ള വാല്യൂസിനെ ആ കോളത്തിൽ തന്നെ അതോ വാല്യൂസിന്റെ ആവറേജ് കണ്ടിട്ട് ആ ആവറേജ് വെച്ചിട്ട് മിസ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതാണ് മ്യൂട്ടേഷൻ ഓഫ് ഡാറ്റ. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് MNAR, മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറയുന്ന ആ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂട്ടേഷൻ മെത്തേഡ്സ്, അതായത് KNN ആൻഡ് മൾട്ടിപ്പിൾ ചെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ രണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. മിസ്സിംഗ് വാല്യൂ ഡാറ്റാസ് ഹാൻഡിലിംഗ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ അതില് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് കമ്പാരിസൺ ആണ്. മിസ്സിംഗ് വാല്യൂസിന്റെ കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മിക്സിംഗ് വാല്യൂസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഡീൽ ചെയ്യുന്നത്. താങ്ക് യു.